പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നിലമ്പൂർ LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് നേരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സ്വരാജ് വ്യക്തമാക്കുകയാണ്. ഇനി ഇത്തരം സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷം അതീവ ഗുരുതരമായ കാര്യം തന്നെയാണ്. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് കേരള സർക്കാർ സമർപ്പിച്ച പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകണമെന്നും അതിനായി എല്ലാ പാർട്ടിയിലുള്ളവരും ഒരുമിച്ച് ശബ്ദം ഉയർത്തണമെന്നും അദ്ദേഹം പറയുകയാണ്. എന്നാൽ ഇത്തരം ഒരു അപകടം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസ് ശ്രമിച്ചത് അപലപനീയമാണ് എന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. വഴിതടയൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് തടഞ്ഞത് ആശുപത്രിയിലേക്കുള്ള ഒരു റോഡാണ്. അതിന് നേതൃത്വം നൽകിയതാകട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും. കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് ഇത്. ഇതിന് തൊട്ടു മുമ്പ് നിലമ്പൂരിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നു. അതിൽ അന്ന് മരിച്ചത് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയായിരുന്നു. എന്നാൽ കോൺഗ്രസ് അന്ന് തിരിഞ്ഞുപോലും നോക്കുകയില്ലായിരുന്നു. കാരണം അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കരുത് എന്ന് M സ്വരാജ് അഭ്യർത്ഥിക്കുക തന്നെയാണ്. വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് എന്നാണ് CPM നേതാവ് M സ്വരാജ് വ്യക്തമാക്കുന്നത്. നിക്ഷിപ്തമായ താല്പര്യങ്ങളോടെ അല്ല ഇത്തരം പ്രശ്നങ്ങളെ കാണേണ്ടത് എന്നും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മലയോര മേഖലയിലെ കർഷകരെ മനുഷ്യരായി തന്നെ കണക്കാക്കണം. അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുമുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ കേന്ദ്ര നിയമം തന്നെയാണ്. ആ നിയമത്തെ മറികടക്കാൻ ഒരിക്കലും സംസ്ഥാന നിയമസഭയ്ക്ക് കഴിയുകയില്ല. അത് ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. അതിനൊരിക്കലും കഴിയുകയില്ല. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദമാണ് ശക്തിപ്പെടുത്തി വരേണ്ടത്. അതിന് രാഷ്ട്രീയം നോക്കേണ്ട ഒരു കാര്യവുമില്ല. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനല്ല യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗമാണ്. വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതുന്നതിന് രാജ്യം ഭരിക്കുന്നവർ നേതൃത്വം കൊടുക്കുക തന്നെ വേണം. വന്യജീവികളുടെ ആക്രമണം ഫലപ്രദമായി തടയുന്നതിന് സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു പദ്ധതി കേരള സർക്കാർ സമർപ്പിച്ചിട്ടുമുണ്ട്. അതിന് അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന് അംഗീകാരം ലഭിക്കണം എന്നാണ് M സ്വരാജ് എടുത്തു പറയുന്നത്.